വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഡെസ്കിൽ വെച്ചിട്ടാണെങ്കിലും ഡാൻസ് വീഡിയോസും അങ്ങനത്തെ വീഡിയോസിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഈ ഒരു ട്രൈപോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ട്രൈപോഡാണ്. ഇത്രയും ചെറുതാണെങ്കിലും ഇത് വലുതായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറേ നമുക്ക് നല്ല ഹൈറ്റിൽ വീഡിയോ എടുക്കാം. മീഡിയം, സ്മോൾ, പിന്നെ സെൽഫി സ്റ്റിക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് തുറന്ന് നോക്കാം, ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാനിത് കുറേ ആയി വാങ്ങിയിട്ട് ഇങ്ങനെയാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് സാധനം കിട്ടും. ഇതാണ് സാധനം. അതിന് മുന്നേ നമുക്ക് അതിൻ്റെ അപ്പുറം ഒരു ചാർജറും പിന്നെ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ബുക്കും കൂടി കിട്ടും. അടുത്തതായിട്ട് നമ്മളെ മെയിൻ സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ക്യാരി ചെയ്യാനെല്ലാം വളരെ എളുപ്പമാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇതിനായിട്ട് സെപ്പറേറ്റ് ബാഗൊന്നും വേണ്ട, ഇതിൽ തന്നെ ഇട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെയാണ് തുറന്ന പാട് നമുക്കിത് കൈമാറ്റാം. കണ്ടത് എനിക്കും ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും ആദ്യം അറിയില്ല. പിന്നെ ഈ ബുക്ക് വായിച്ചാലാണ് ഇത് സിമ്പിളാട്ടോ അസംബിൾ ചെയ്യാൻ. ഇത് ഇതേപോലെ ഒരു ഹാൻഡിലും പിന്നെ ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കും. ഇത് നമുക്ക് ഇതിലുള്ള ഈ സാധനം ഇതേപോലെ റൊട്ടേറ്റ് എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. തുറന്നാൽ നമുക്കിതിനുള്ളിൽ ഫോൺ വെക്കാം. അങ്ങനെ ഫോൺ വെക്കാം നമുക്കിതിനുള്ളിൽ. പിന്നെ ഫോൺ നമുക്ക് വെക്കാൻ ഇത്രയും വലിയ ഫോണാണെങ്കിൽ ഇതേപോലെ വലിച്ചിട്ട് നമുക്ക് ഫോൺ വെക്കാം. ഇവിടെ വലിയ ഫോണാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ബ്ലൂടൂത്താണ്. ഇത് നമ്മൾ കുറച്ച് ദൂരെ വെച്ചിട്ട് ഇതിങ്ങനെ ഓണാക്കിയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ടൈമർ വെക്കുന്നതിലോ ഇതാണെങ്കിൽ നമുക്കിതാ ഇതിലൊരു ഫോട്ടോൻ്റെ ചിഹ്നവും ഒരു വീഡിയോൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ദൂരെ നിന്നിട്ട് ഈ ഫോട്ടോൻ്റെ ചിഹ്നം ക്യാമറ ഓണാക്കിയിട്ട് ഫോട്ടോൻ്റെ ചിഹ്നം ഞെക്കിയാൽ ഫോട്ടോ എടുക്കും. പിന്നെ വീഡിയോൻ്റെ ചിഹ്നം ഞെക്കിയാൽ തനിയെ വീഡിയോ ഓണാവും. ഒന്നുകൂടി പ്രസ് ചെയ്താൽ തനിയെ വീഡിയോ ഓഫ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൂടൂത്താണിത്. ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജറാണ് ഞാൻ ഈ കാണിച്ചത്. ഇത് അപ്പോൾ ഇതിങ്ങനെയല്ലേ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇനി ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ഉണ്ട്, പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് നമ്മളൊന്ന് ഞെക്കി കൊടുക്കാം. അപ്പോൾ 4 കാലുകൾ വിടർന്നു വന്നു. പിന്നെ ഇതേപോലെ ഒന്ന് താത്തി കൊടുത്താൽ ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഇവിടെ വെക്കാം. ഇത് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഇത്രയും നല്ല വീഡിയോ കൊള്ളണ്ടിട്ടാണ് ഞാൻ അത്ര ഹൈറ്റ് ആക്കിയത്. കുറേ എൻ്റെ ഷോൾഡർ വേണമെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടാകും. അത്ര മതിയല്ലോ വീഡിയോ എടുക്കാൻ. പിന്നെ ഇത് ഇതേപോലെ ഫുൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കും കേട്ടോ. അന്നേരം ഇതിങ്ങനെ പൂട്ടുക. കാല് പൂട്ടാണെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഞെക്കേണ്ട ഞെക്കിയാലും ഇത് കൂടും. അല്ലെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് അമർത്തി കൊടുത്താൽ ഇതാവും. ഇത് നമ്മൾ ഇതേപോലെ വലിച്ച് നിട്ടിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമുക്ക് വർത്താനം പറയാം, വീഡിയോ എടുക്കാൻ പറ്റും, സെൽഫി എടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനിത് കുറേ ആയി യൂസ് ചെയ്യുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഡെസ്കിൽ ക്രാഫ്റ്റും ജേർണൽസും ഒക്കെ ചെയ്യുന്നേരം വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇതെനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.